ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ നിരാശരായി തീരാറുണ്ട്. നിരാശയ്ക്ക് കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ആഗ്രഹിച്ചതുപോലെയുള്ള വിടുതലുകൾ ജീവിതത്തിനകത്ത് സംഭവിക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ പല കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇതുവരെ നമ്മൾ പ്രത്യാശ വെച്ചത് ലോകത്തിലാണെങ്കിൽ, ലോക മനുഷ്യരിലാണെങ്കിൽ, ലോക സാഹചര്യങ്ങളിലാണെങ്കിൽ, ആമേൻ, ഇനി നമ്മൾ ദൈവത്തിലൊന്ന് പ്രത്യാശ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആ വ്യത്യാസങ്ങൾ കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ ഇടവരും. ലോകത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് സമാധാനം നഷ്ടപ്പെട്ട മേഖലയിൽ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് സമാധാനം കണ്ടെത്തുവാൻ ഇടവരും എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എല്ലാവരുമായിരിക്കുക. നമ്മുടെ പ്രതീക്ഷകൾ ലോകപ്രകാരമുള്ളത് അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് ദൈവത്തിന് തുടങ്ങുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം ഈ സന്ദേശത്താൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.